ഹലോ, ഇന്ന് ഒരു സ്പെഷ്യൽ പലഹാരം, സ്പെഷ്യലൊന്നുമല്ല, ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എന്താ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇന്ന് ഗോതമ്പ് കൊണ്ട് ഇലയുടെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ ആദ്യം റെഡിയാക്കി വെക്കുക, നമ്മൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ശർക്കരയും തേങ്ങയും ആണ് ഫില്ലിങ്. അപ്പോൾ അതിന് തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ 2 പകുതിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് കുറച്ച് തേങ്ങാപ്പാൽ പിഴിയാനാണ് കേട്ടോ. മാവ് റെഡിയാക്കുമ്പോൾ അതിലൊരിത്തിരി തേങ്ങാപ്പാൽ പിഴിയാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് തേങ്ങ ക്രഷ് ചെയ്തിട്ട് വെക്കണം. അപ്പോൾ അത് രണ്ടും ചെയ്തിട്ട് വരാം. ഇത് പാല് പിഴിയാൻ വേണ്ടിയിട്ടാണ്, കുറച്ച് എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അട ഒരു 3-4 അട ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പാല് പിഴിയാണ്. നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുണ്ടാക്കിയാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടില്ലേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഗോതമ്പ് കൊണ്ടൊക്കെ ഇലയുടെ ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കി വന്നപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. അച്ഛന് പിന്നെ ഗോതമ്പ് വലിയ പ്രിയമില്ലാത്തത് കൊണ്ട് എന്നാലും കഴിച്ചു കേട്ടോ. സംഭവം പാളിയൊന്നും പോയില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കി അരിച്ച് എടുക്കണം. ശർക്കരപ്പാനി ഞാൻ കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്, കാരണം നല്ല മധുരമുള്ള ശർക്കരയാണ്. അതുകൊണ്ട് തന്നെ അത് മുഴുവനും എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മധുരം കൂടിപ്പോയിട്ട് അതൊരു തരം കയ്പ്പ് പോലെയുള്ള ടേസ്റ്റൊക്കെ ആയി മാറും. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് ശർക്കരപ്പാനി മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതിൽ നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നാളികേരം ചേർത്തിട്ട് ആ മിക്സ് റെഡിയാക്കുകയാണ് കേട്ടോ, ഫില്ലിങ്ങിനുള്ള മിക്സ്. ഇനി നമുക്ക് അടയ്ക്ക് ആവശ്യമായിട്ടുള്ള മാവ് റെഡിയാക്കണം. അതിന് വേണ്ട ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. നമ്മൾ അരിമാവ് കൊണ്ടുള്ള അടയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഗോതമ്പ് മാവ് കൊണ്ടുള്ള അട ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിൽ കുറച്ച് തേങ്ങ വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. തേങ്ങ ഉടച്ചപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം കിട്ടി, അത് വെറുതെ കളയണ്ടെന്ന് വിചാരിച്ച് അത് ഒഴിച്ചു. ഇനി നമുക്ക് തേങ്ങാപ്പാലും പിന്നെ ഇത്തിരി ഉപ്പും പിന്നെ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാം. സാധാരണ ഞാൻ വീഡിയോയിലൊക്കെ ഇലയുടെ ഉണ്ടാക്കുമ്പോൾ വളരെ തിക്കായിട്ടുള്ള മാവ് വെച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അത് ഇലയിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയൊക്കെ ഉണ്ടാക്കുന്നതുണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഹാർഡായി പോവില്ലേ എന്ന് എനിക്കൊരു സംശയം. ഇവിടെയൊക്കെ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് മാവ് എടുക്കാറുള്ളത്. ഇതാ ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ പരുവത്തിൽ എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ മാവ് റെഡിയാക്കുന്നത്. ഇതാണ് നമ്മൾ ഇലയിൽ പരത്തുന്നത് കേട്ടോ. ഈ ആവി പാത്രത്തിലാണ് നമ്മൾ അട വേവിക്കാൻ വെക്കുന്നത്. അപ്പോൾ പാത്രം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വാട്ടിയ വാഴയിലയിൽ നമുക്ക് മാവ് പരത്താം. അന്ന് ഊണ് പുറത്തുനിന്ന് വാങ്ങി, നമ്മുടെ പിഷാരടീസിൽ നിന്ന് വാങ്ങിയപ്പോൾ അവർ നല്ല 3 വലിയ ഇല തന്നു. ആ ഇല ഇവിടെ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി അതൊന്ന് എടുത്ത് വാട്ടി ഇങ്ങനൊരു പരിപാടി ചെയ്യാമെന്ന്. ആ ഇല പഴുക്കാൻ തുടങ്ങിയിരുന്നു കേട്ടോ. അതാണ് ഈ മഞ്ഞ കളറൊക്കെ കുറച്ച് ഒരു 2-3 ദിവസമൊക്കെ ഇരുന്നപ്പോഴത്തേക്ക് അത് പഴുത്തു, മഞ്ഞ കളറൊക്കെ ആയി. അപ്പോൾ അത്
അട ഉണ്ടാക്കാം, വെറുതെ കളയണ്ട എന്ന് വിചാരിച്ചു. മാവ് ഇലയിൽ പരത്തുമ്പോൾ ഒരു സൈഡിൽ പരത്തിയിട്ട് അങ്ങനെ മടക്കുന്നതായിട്ട് ഞാൻ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ അതുപോലെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചത്, പക്ഷേ എനിക്ക് ഇങ്ങനെയാണ് അത് വന്നത്. അപ്പോൾ ആദ്യത്തെ ഞാൻ ഇങ്ങനെ തന്നെ സെൻറ്ററിൽ മാവ് ഒഴിച്ചിട്ട് റെഡിയാക്കിയതാണ്. ഇനി ഇത് നമുക്ക് ആവിച്ചെമ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇങ്ങനെ ഓരോ അടയും പരത്തിയെടുക്കാം കേട്ടോ. ഗോതമ്പ് കൊണ്ടുള്ള ഇലയട ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ അത് നിങ്ങളെങ്ങനെയാണ് അത് ഉണ്ടാക്കുക? അതേപോലെ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടാണോ? അതുപോലെ അതിൻ്റെ ഫില്ലിങ്ങിൽ എന്തൊക്കെ വയ്ക്കും? തേങ്ങയും ശർക്കരയും, ചിലരൊക്കെ അവിൽ, പഴം ഇതെല്ലാം മിക്സ് ചെയ്തിട്ട്, ഏലക്ക, പിന്നെ ചുക്കുപൊടി ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു ഫില്ലിങ് ഉണ്ടാക്കിയിട്ട് വെക്കുന്നവരുണ്ട്. ഒക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാനിപ്പോൾ എളുപ്പത്തിലൊന്നും ഉണ്ടാക്കിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആവിപ്പാത്രത്തിൽ, നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ ഞാൻ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ അടയൊക്കെ എടുത്ത് വെച്ച പാത്രം അത് അതിലേക്ക് കയറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ ഇലയട, ഗോതമ്പ് കൊണ്ടുള്ള ഇലയടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു അരമണിക്കൂർ മുതൽ ഒരു 40 മിനിറ്റ് വരെയൊക്കെ ചെറിയ തീയിൽ ഒന്ന് കിടന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ അട നല്ല പാകമായി നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാ എൻ്റെ ഗോതമ്പ് കൊണ്ടുള്ള ഇലയടയാണ് ഗൈസ്. അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ.